നമസ്കാരം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വിറ്റാര ഇലക്ട്രിക് SUV മാരുതി സുസുക്കി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് മോഡൽ കൂടിയാണിത്. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരു വൻ കോളിളക്കം ഇത് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം ടാറ്റയും മഹീന്ദ്രയും അരങ്ങുവാഴുന്ന ഇന്ത്യൻ EV സെഗ്മെന്റിൽ കാര്യമായ ഒരു വിഹിതം കൈവരിക്കാനായിട്ടാണ് മാരുതി തയ്യാറെടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതിക്ക് തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ് ഇത്. ഇപ്പോൾ 2025 ഓട്ടോ എക്സ്പോയിൽ ഇലക്ട്രിക് SUVയെ ഔദ്യോഗികമായി നിർമ്മാതാക്കൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2025 ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദർശനങ്ങളിൽ ഒന്നാണ് ഈ വിറ്റാരയുടേത്. മത്സരാധിഷ്ഠിത വിലയുമായി എത്തിച്ചാൽ മാരുതിയുടെ അടുത്ത വലിയ ഹിറ്റായിരിക്കും ഈ ഒരു ഇലക്ട്രിക് SUV എന്ന് നിസ്സംശയം പറയാം. മാരുതി സുസുക്കി 49 kWh, 61 kWh എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യത്തെ 49 kWh ബാറ്ററി പാക്കിനൊപ്പം 144 bhp മാക്സ് പവറും 189 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിംഗിൾ മോട്ടോർ സെറ്റപ്പ് ആയിരിക്കും ഇൻഡോ ജാപ്പനീസ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത്. രണ്ടാമത്തെ വേരിയന്റിൽ ഡ്യുവൽ മോട്ടോർ സെറ്റപ്പോട് കൂടിയ 61 kWh ബാറ്ററി പാക്കാണ് അവതരിപ്പിക്കുന്നത്. 61 kWh ബാറ്ററിക്കൊപ്പം തന്നെ സിംഗിൾ മോട്ടോർ സജ്ജീകരണത്തിൽ 174 bhp പവർ ഇത് പുറത്തെടുക്കുന്നുണ്ട്. മറുവശത്തെ ഡ്യുവൽ മോട്ടോർ കോൺഫിഗറേഷനിൽ 184 bhp മാക്സ് പവറും 300 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കും. ഈ വിറ്റാരയുടെ വലിയ ബാറ്ററി വേരിയന്റിന് സിംഗിൾ ചാർജിൽ ഏകദേശം 500 km ഡ്രൈവിംഗ് റേഞ്ച് നൽകാൻ കഴിയുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഒരു ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഈ ഡ്യുവൽ മോട്ടോർ AWD സിസ്റ്റത്തെ ഓൾ ഗ്രിപ്പ് എന്നാണ് മാരുതി സുസുക്കി വിശേഷിപ്പിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ഒരു ട്രെയിൽ മോഡലും ഉൾപ്പെടുന്നുണ്ട്. ഇത് കുറഞ്ഞ ട്രാക്ഷനുള്ള വീലുകളിൽ നിന്ന് വിട്ടുമാറി ടോർക്ക് റീഡയറക്ട് ചെയ്ത ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യലിന് സമാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഈ വിറ്റാരയുടെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു SUVയുടെ നോർമൽ ബോക്സി ഡിസൈൻ തന്നെയാണ് ഇതിൽ പ്രകടമായി വരുന്നത്. നെക്സ 3 മെട്രിക്സ് LED ഹെഡ്ലാമ്പുകൾ, LED DRL, ഗ്ലോസ് ബ്ലാക്ക് ഫ്രണ്ട് ഗ്രില്ല, കണക്റ്റഡ് ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വാഹനത്തിന് ഒരു ബോൾഡ് ആൻഡ് ഡൈനാമിക് ലുക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. അകത്തളത്തിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും ഫീച്ചറുകളും നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ജെൻ സുസുക്കി കണക്റ്റഡ് ടെക്കുമായി വരുന്ന വലിയ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, 10 പവർ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്നിവയാണ് ഇതിൽ സജ്ജമാക്കിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡായി തന്നെ 6 എയർ ബാഗുകൾ വരുമ്പോൾ ഈ വിറ്റാര സ്റ്റാൻഡേർഡായി 7 എയർ ബാഗുകളുമായിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അഡാസ് ലെവൽ 2 സിസ്റ്റവും വാഹനത്തിന്റെ മികവുറ്റ സേഫ്റ്റിയാക്കി മാരുതി സുസുക്കി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു പ്യുവർ ഇലക്ട്രിക് ഹാർടെക് ഈ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ഒരുക്കിയിരിക്കുന്നത്. ഇത് ബാറ്ററിക്ക് കൂടുതൽ സേഫ്റ്റിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്.